ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ചതിന് ഘടകവിരുദ്ധമായിട്ടാണ് മാർക്കറ്റ് പോയത്. എല്ലാവരും പൊട്ടും എന്ന് വിചാരിച്ചു. മാർക്കറ്റ് ഒന്ന് പൊട്ടി ചെറുതായിട്ട് കാണിച്ചു. അതിനുശേഷം മാർക്കറ്റ് നേരെ തിരിച്ച് ഒരു ബുള്ളിഷ് റാലിയാണ് നമുക്ക് നൽകിയത്. അപ്പോൾ എന്താ സംഭവിച്ചെന്ന് നോക്കാം. ഇന്നലത്തെ വീക്കിലി അനാലിസിൽ ഞാൻ പറഞ്ഞിരുന്നു, പിന്നെ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞിരുന്നു നമുക്കൊരു AMO ഇട്ട് ഒരു PE പൊസിഷൻ എടുക്കാമെന്ന്. കാരണം ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെന്നുള്ള കാര്യം നമ്മൾ കൺഫേം ചെയ്തിരുന്നില്ലേ. അതുപോലെ തന്നെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് കിട്ടി, AMOയും നമുക്ക് കിട്ടി. AMOയിൽ കിട്ടിയതിന് ശേഷം നമുക്കൊരു അറ്റ് ദ മണി തന്നെ ഒരു 20-25 പോയിൻറ്റോളം നമുക്ക് ഗ്യാപ് ഡൗൺ ഫസ്റ്റ് ക്യാൻഡിൽ നമുക്ക് കിട്ടിയായിരുന്നു. അത് എടുത്ത് ബുക്ക് ചെയ്തവർ ഭാഗ്യവാന്മാർ. അത് ശേഷം അവിടുന്ന് വീണ്ടും ഒരു റിവേഴ്സലാണ് വന്നത്. റിവേഴ്സൽ വന്നതിന് ശേഷം ഈ നാലാമത്തെ ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ നാലാമത്തെ ക്യാൻഡിലിന് ഒരു തിരിച്ച് വീണ്ടും റിവേഴ്സ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിച്ചു. അപ്പോൾ നമ്മളിവിടുന്ന് ഒരു രണ്ടാമത്തെ കോള്, ഫസ്റ്റ് കോൾ AMO, രണ്ടാമത്തെ കോള് നമുക്ക് ഒരു ഒരു ഹീറോ നമ്മൾ നോക്കിയായിരുന്നു. 12,000 ആണെന്ന് ഉദ്ദേശിക്കുന്നത്, 12,000 ആണെന്ന് തോന്നുന്നു. ഒരു കോള് നമ്മൾ എടുത്തായിരുന്നു. പക്ഷെങ്കിൽ അതിന് ഘടകവിരുദ്ധമായിട്ട് നേരെ മുകളിലോട്ടാണ് പോയത്. അപ്പോൾ നമുക്കത് നഷ്ടപ്പെട്ടു. പിന്നെ ഇവിടുത്തെ പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രാറ്റജിയാണ്. നമ്മുടെ സ്ട്രാറ്റജി എന്താണ്? ഈ ലൈനിൻ്റെ മുകളിൽ 5 മിനിറ്റ്സ് ക്യാൻഡിൽ നമുക്ക് വരണം, ഒരു ക്ലോസിങ് കിട്ടി. ഇവിടുന്ന് നമുക്ക് ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞ് ഇവിടം വരെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയായിരുന്നു. ഞാൻ എടുത്തില്ല. പക്ഷെങ്കിൽ ഈ പോളിസി, നമ്മുടെ ഈ സ്ട്രാറ്റജി പിന്തുടരുന്ന ആരെങ്കിലും എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റി കാണും. ഞാൻ എടുത്തില്ല. പിന്നെ മൂന്നാമത്തെ ട്രേഡ് ഞാൻ എടുത്തത് മാർക്കറ്റ് ഇവിടെ വന്നപ്പോഴാണ്. 12,500 നമ്മളെടുത്ത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഇത്രയും പോയിൻ്റ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. അതായത് 12,580 റേഞ്ചിൽ എടുക്കാനാണ് പറഞ്ഞത്. 80 റേഞ്ചിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 125 വരെ ഇവിടെ കിട്ടിയായിരുന്നു. 125 ഒരു 40-45 പോയിൻറ്റോളം നമുക്കിവിടെ കിട്ടിയായിരുന്നു. 85 നമുക്ക് 125 വരെ വന്നായിരുന്നു. അപ്പോൾ അങ്ങനെ 3 ട്രേഡാണ്. അപ്പം എത്ര പേർക്ക് ലാഭം എടുക്കാൻ പറ്റി, എത്ര പേര് നഷ്ടം ബുക്ക് ചെയ്തെന്ന് അറിയത്തില്ല. എന്തായാലും നഷ്ടമായാലും ലാഭമായാലും നമ്മളെടുത്ത പ്രതിജ്ഞ പാലിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും. ഓക്കെ, അത് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൺസിസ്റ്റൻ്റായിട്ട് നമുക്ക് ഇതിനകത്ത് നിന്ന് ഒരു പ്രോഫിറ്റ് എടുക്കാൻ നമുക്ക് പറ്റും. അപ്പം ഞാൻ പെട്ടെന്ന് ഓടിച്ചു വിടുകയാണ്. അപ്പം നാളെ ബജറ്റാണ്. അപ്പോൾ നാളത്തെ സംഭവമാണ് നമുക്ക് പ്രധാനപ്പെട്ട കാര്യം. നാളെ നമ്മളിപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാളെ ചാർട്ടുകളോ സപ്പോർട്ടുകളോ റെസിസ്റ്റൻസുകളോ ഒന്നും വർക്ക് ചെയ്യുന്ന ദിവസം അല്ല. അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ബജറ്റ് ദിവസമല്ല, ഇതുപോലുള്ള ഇവൻറ്റുകൾ ദിവസം ഒന്നും ചാർട്ടിനൊന്നും യാതൊരു പ്രാധാന്യമില്ല. കാരണം വയലൻ്റ് മൂവ് ആയിരിക്കും. ഓരോ പ്രഖ്യാപനങ്ങൾ വരുമ്പോഴും അതിനനുസരിച്ച് മാർക്കറ്റ് അതാത് സ്റ്റോക്കുകൾ വയലൻ്റായിട്ട് മൂവ് ചെയ്യും. അപ്പം ചാർട്ടുകളോ സപ്പോർട്ടുകളോ റെസിസ്റ്റൻസുകളോ ഒന്നും വർക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ വിരളമാണ്. അപ്പം നമുക്ക് നാളെ എന്താ നമുക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒന്നുകൂടെ ചാർട്ട് ചെറുതാക്കാം, 15 മിനിറ്റോട്ടാക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പം നമുക്ക് ഇതിനകത്തിൽ എന്താ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാളത്തെ റാലി എന്ന് പറഞ്ഞാൽ ബജറ്റ് ദിവസം ഒരു മൂവ്മെൻറ്റ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇവിടുന്ന് അപ്സൈഡ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 12,850 മുതൽ 900 വരെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്സൈഡ് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടുന്ന് അപ്സൈഡ് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ പോകത്തില്ല, ഇങ്ങനെ ഒറ്റയടിക്ക് പോകത്തില്ല. ഇവിടുന്ന് പോയി ഇങ്ങനെ വന്നു, ഇങ്ങനെ കയറി ഇങ്ങനെ പോകത്തുള്ളൂ. ഇങ്ങനെ ആയിരിക്കും മാർക്കറ്റ് പോകുന്നത്. ഓക്കെ, അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്കൊരു 12, ഇത് ട്രെൻഡ് ലൈനാണ്. അപ്പോൾ നമ്മുടെ ഡേ ക്യാൻഡിലുള്ളൊരു ട്രെൻഡ് ലൈനാണ്. ആ ട്രെൻഡ് ലൈൻ ഒരു 12,900, 850-900 റേഞ്ച് വരെ പോകാനുള്ള സാധ്യത ഉണ്ട് ഇവിടുന്ന് റാലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇനി തിരിച്ച് താഴോട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ഫോള് പ്രതീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ ലൈൻ തന്നെ 12,150 വരെ വരും, 12,150 വരെ വരും. പിന്നെ ചെറുതായിട്ട് മേലോട്ട് പോകും. പിന്നെ നേരെ താഴോട്ട് 12,900 ആ റേഞ്ചിലോട്ട് വരും. പിന്നെയും പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 12,780 വരെ വരാനുള്ള സാധ്യത ഉണ്ട്. ഇതാണ് 2 പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉള്ള പോസിബിലിറ്റി ഇതാണ്. മാർക്കറ്റ് എങ്ങോട്ടായാലും റാലി എന്നുള്ള കാര്യം കൺഫേമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ബജറ്റ് ദിവസം ആയതുകൊണ്ട് നാളെ മാർക്കറ്റ് റാലി ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം എങ്ങോട്ട് റാലി എന്നുള്ള കാര്യം ബജറ്റിൻ്റെ പ്രഖ്യാപനത്തിനനുസരിച്ചിരിക്കും എങ്ങോട്ട് പോകും എന്നുള്ള കാര്യം. അപ്പം മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അപ്സൈഡ് ഒരു 12,900, 850-900 വരെ പോവാം. താഴോട്ടാണെന്നുണ്ടെങ്കിൽ 12,150 ഫസ്റ്റ്, പിന്നെ 12,925 സെക്കൻഡ്,
പിന്നെ പോവുകയാണെങ്കിൽ 11,780 അവിടം വരെയാണ്. ആ റേഞ്ചിലാണ് മാർക്കറ്റ് നാളെ മൂവ് ചെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതൽ സംസാരിച്ച് മുഷിപ്പിക്കുന്നില്ല. ഇതാണ് നാളെ. അപ്പോൾ നാളെ ബജറ്റ് ദിവസം നമുക്ക് നാളെ കാണാം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നാളെ വൈകുന്നേരത്തെ പോസ്റ്റ് മാർക്കറ്റിൽ നമുക്ക് ചിന്തിക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ.